കെ റെയിൽ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു 10-25 വർഷക്കാലത്തെ അപ്പുറത്തേക്ക് വളർച്ച ചൂണ്ടിക്കാണിക്കുന്ന ഒന്നായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ചൂണ്ടിക്കാണിച്ചത് കാസർഗോഡാണല്ലോ. അങ്ങനെ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ 3 മണിക്കൂർ 54 മിനിറ്റ് കൊണ്ട് എത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ആസൂത്രണം ചെയ്തത്. അതിൻ്റെ എല്ലാ പരിപാടികളും കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് വന്നെയാണ്. അപ്പോൾ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഇതിനെ ഞങ്ങൾ അനുവദിക്കില്ല, ഒരു വികസനത്തിനെയും അനുവദിക്കില്ല എന്നുള്ള നിലപാടാണല്ലോ UDF എടുത്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന കേരളയിലെ പ്രാരംഭ പ്രവർത്തനം ഉൾപ്പെടെ എല്ലാറ്റിനെയും കടന്നാക്രമിക്കുകയും തകർക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വേണമല്ലോ. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മാത്രമാണെങ്കിൽ ഈ എതിർപ്പുണ്ടായാലും കേരളത്തിൻ്റെ വികസനം എന്ന രീതിയിൽ നമുക്ക് നടത്താൻ സാധിക്കുന്നതാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് കൂടി അംഗീകാരത്തോടുകൂടി മാത്രമേ നടത്താൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് കേരളയിൽ മന്ദഗതിയിലേക്ക് പോവുകയും അവസാനം ഇത് ഉപേക്ഷിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തത്. അതാണ് ഇപ്പോഴുള്ള നമ്മുടെ മുമ്പിലുള്ള സ്ഥിതി. അങ്ങനെ വന്നപ്പോൾ UDFകാർ അന്ന് അതിനെ ശക്തിയായിട്ട് എതിർത്തു. ഇപ്പോൾ ശ്രീധരൻ്റെ ഒരു ഭാഗത്ത് വേറൊരു നിർദ്ദേശമായിട്ട് വരുന്നുണ്ട്. ഗവൺമെൻറ് തന്നെ ഈ രീതിയിലുള്ളൊരു പരിപാടി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളോട് ഈ ഗവൺമെൻറ് മാപ്പ് പറയണം. 4-5 വർഷം മുമ്പ് ആരംഭിച്ച് ഫലപ്രദമായിട്ട് കേരളത്തെ ഒരു 50 വർഷക്കാലത്തിൻ്റെ വളർച്ച ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന കേരളയിൽ പരിപാടിയെ ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് എത്തിച്ച സമരം നടത്തി, പ്രക്ഷോഭം നടത്തി, കല്ല് എന്ന് പറഞ്ഞിട്ട് അതെല്ലാം പ്രതീകാത്മകമായിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ. ആ തരത്തിലുള്ള നിലപാട് സ്വീകരിച്ച, ജനങ്ങളെ വഞ്ചിച്ച ഈ പറയുന്ന ഇപ്പോൾ പുതുതായിട്ട് വന്ന ഗവൺമെൻറ് ജനങ്ങളോട് ഈ കാര്യത്തിൽ മാപ്പ് പറയേണ്ടതാണ്. മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് എന്താ? ഇങ്ങനെയൊരു പരിപാടി വേണ്ടെന്നാണോ അടുത്ത വർഷം ഞങ്ങൾക്ക് മുന്നണി പറയേണ്ടത്? വേണമെന്ന് തന്നെ ഞങ്ങൾ പറയാം. അതാര് നടത്തുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല. കേരളത്തിൽ ഫലപ്രദമായും ഊർജ്ജസ്വലമായും ഈ വളർച്ചയെ, വികാസത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന രീതിയിൽ അതിവേഗ റെയിൽപാത അല്ലെങ്കിൽ അർദ്ധ വേഗ റെയിൽപാത ഏതായാലും അത് പ്രത്യേകമായിട്ട് തന്നെ വേണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. അത് UDFകാർ കൊണ്ടുവരുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പ്രചരണായുധമായിട്ട് മാത്രമേ അത് ഉപയോഗിക്കുകയുള്ളൂ. കാരണം അവർ വേണ്ടാന്ന് വെച്ച് സമരം നടത്തി, എന്നിട്ട് നമ്മുടെ മാധ്യമങ്ങൾ നിങ്ങളെല്ലാം അത് UDF അധികാരത്തിൽ വന്ന ഉടനെ തന്നെ അത് ഞങ്ങൾ ക്യാൻസൽ ചെയ്തു എന്ന് പറയുമ്പോൾ എന്തൊരു ആഹ്ലാദ പ്രകടനമായിരുന്നു. എന്തടിസ്ഥാനത്തിലാണ് ഈ ആഹ്ലാദ പ്രകടനം നിങ്ങളെല്ലാം പത്രത്തിലൊക്കെ കൊടുത്തത്? എന്തൊക്കെയാണ് കൊടുത്തത്? എന്തൊക്കെയാണ് നിങ്ങൾ എഴുതിയത്? അപ്പോൾ സ്വാഭാവികമായിട്ട് ഒറ്റ കാര്യമേ ഉള്ളൂ, കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ് അതിവേഗ റെയിൽപാത. അതിപ്പോൾ ഞങ്ങളുടെ കാലത്തായില്ല എന്നുള്ളതുകൊണ്ട് ഇനി ഒരിക്കലും ആവാൻ പാടില്ല എന്നുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല. അത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് ആവശ്യമായ പിന്തുണ നൽകുക ചെയ്യുക. അത് പക്ഷേ നിങ്ങളാണ് പരിശോധിക്കേണ്ടത് എന്തായിരിക്കും എന്നതിൻ്റെ സ്ഥിതി എന്നൊക്കെ പരിശോധിക്കാൻ മാധ്യമ ശൃംഖലകൾക്കൊക്കെ അവകാശമുണ്ട്, അധികാരമുണ്ട്. നിങ്ങൾ ചെയ്യണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അമ്മാതിരിയുടെ പരിപാടി ക്രിയാത്മകമായ പിന്തുണയാണ് ഞങ്ങളുടെ ഭാഗത്തുണ്ടാകുക. അല്ല, ഞങ്ങൾ തന്നെ പരിപാടി ഉണ്ടായില്ല, പിന്നെ ശ്രീധരൻ്റെ പരിപാടിക്ക് പോകേണ്ട കാര്യം എന്തായത്? ഞങ്ങൾ തന്നെ അന്ന് പരിപാടി വെച്ചതല്ലേ അതിലെ കേരളയിൽ. പിന്നെ ശ്രീധരൻ്റെ പരിപാടിക്ക് പോകേണ്ട കാര്യം എന്താ ഉള്ളത്? അതിന് പിന്തുണ നൽകാതെ ഇതിന് പിന്തുണ കൊടുക്കുമോ? ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടല്ല എന്ന് അന്ന് തന്നെ വ്യക്തമാക്കപ്പെട്ടല്ലോ. അവർ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞല്ലോ ഞങ്ങൾ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടതല്ല എന്ന്. പിന്നെ എന്തിനാണ് അതിനുമായി ചർച്ച ചെയ്യേണ്ട കാര്യം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവരുമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏത് പരിപാടിയായാലും ഞങ്ങൾ ഈ പദ്ധതി വേണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ സർക്കാർ പറയുന്നത് കേരളത്തിൻ്റെ അത്ര തന്നെ ഭൂമി ഈ അതിവേഗ റെയിലിന് വേണ്ടി വരില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നൊരു കാര്യമാണ് സർക്കാർ പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ കേരളയിൽ പദ്ധതി വേണ്ടെന്ന് വെക്കുന്ന നിലപാട് സ്വീകരിച്ചത് അവരാണ്. അതിന് എന്തുകൊണ്ടാണ് എന്നുള്ള കാരണം അവർ പറയണം. അത് ഞാനതാ പറഞ്ഞത്, ജനങ്ങളോട് മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും അതിനെ തുടരുന്നു എന്ന് പറഞ്ഞോട്ടെ. അതായത് BJP ഡീല് ആരാണെന്ന് ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലാക്കി തുടങ്ങിയല്ലോ. ജനങ്ങൾക്ക് മനസ്സിലാക്കുകയാണല്ലോ. പച്ചയായിട്ട് BJPയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് കാര്യങ്ങൾ മുഴുവൻ നിർവഹിച്ച് മുന്നോട്ടേക്ക് പോകുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു അക്ഷരം പറയാൻ ഈ പറയുന്ന നയപ്രഖ്യാപന രേഖയുടെ ഭാഗമായിട്ട് ഗവർണർക്കൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, ഇവരവതരിപ്പിച്ചില്ലല്ലോ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണന വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് പറയാൻ അവർക്ക് ധൈര്യമില്ല. അപ്പോൾ BJPയുമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന
അതിൻ്റെ ഒരു രണ്ടാം ടീം അല്ലെങ്കിൽ ഒരു ബി ടീം പോലെ പ്രവർത്തിക്കാനാണ് UDF നീങ്ങുന്നത് എന്നിപ്പോൾ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പ്രകടിതമായ രൂപമാണ് ഇപ്പോൾ വന്ദേ ഭാരത് വന്ദേ ഭാരതം പാടുന്ന സ്ഥിതി വരെ ഉണ്ടായത്. അത് അശുദ്ധ അസംബന്ധമായിരുന്നു എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞാണ്. ഇപ്പോൾ ആരാണ് കീഴടങ്ങുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഉള്ള എല്ലാ കാര്യവും.